കഴിഞ്ഞ ദിവസം ദളിത് സംഘടനകൾ കൂടി ഒരു ഹർത്താൽ നടത്തി. ഈ ഹർത്താലിൻ്റെ വിഷയം എന്താണെന്ന് പലർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് SC/ST വിഭാഗത്തിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനം എടുക്കാം എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇപ്പോൾ സംവരണം എങ്ങനെയാണ് നടക്കുന്നത്? SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണോ ഉടനെ സംവരണത്തിന് അർഹർ? അതെന്തിനാ അങ്ങനെ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊന്നുമല്ല, ഈ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട അയാളുടെ പിതാവ് ഒരു പക്ഷേ സർക്കാർ ജോലിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഇവർ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ ഏതെങ്കിലും ഒരു കാശിൽപ്പെട്ട ആളായതുകൊണ്ട് അയാൾ സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന ആളാണെന്നും അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ഉയർന്ന ആളാണെന്നും പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, അയാൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങേര് സാമ്പത്തികമായി താഴ്ന്നത് ആണ് എന്നർത്ഥമുണ്ടോ? ഒരാൾ നമ്പൂതിരി ആയതുകൊണ്ട് അയാൾ സാമ്പത്തികമായി വളരെ ഉയർന്ന ആളാണ് എന്ന് അർത്ഥമുണ്ടോ? എല്ലാത്തിലും സാമ്പത്തികമായി ഉയർന്നവരും താഴ്ന്നവരും ഉണ്ട്. പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ കാലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും കാശുകാരും ഉണ്ട്, കാശില്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇനി സാമ്പത്തികമായും കൂടി നോക്കണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ ജാതി സംവരണം നമ്മൾ പൂർണ്ണമായിട്ട് എടുത്ത് കളയുമൊന്നും വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ സാമ്പത്തികം കൂടെ നോക്കുന്നതിൽ എന്താണ് മിസ്റ്റേക്ക്? അതല്ലേ അതിൻ്റെ ശരി. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയാണ്. പുള്ളിക്കാരൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ടും കാര്യങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളുമില്ല, ഒന്നുമില്ല. പുള്ളി അഷ്ടിക്ക് വകയില്ലാതെയാണ് പുള്ളി ജീവിക്കുന്നത്. പക്ഷേ അവരായിട്ടത് പുറത്ത് പറയുന്നതും കാര്യങ്ങളൊന്നുമില്ല. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ, നമ്പൂതിരിമാർ എന്തുവാ ഇങ്ങനെ? ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞില്ലേ? പണ്ട് വളരെ പണ്ട് നമ്പൂതിരിമാരൊക്കെ വരുമ്പോഴത്തേക്കും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ റാൻ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി. എല്ലാവരും പറയും നമ്മുടെ നാട്ടിൽ ജാതി മതം ഒന്നും പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ആരും തമ്മിലൊരു യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൽ റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ഈ കാസ്റ്റ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ജാതി വ്യവസ്ഥ ഇവിടുന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതായത് ഞാൻ ഇന്ന കാസ്റ്റിൽപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് ഇന്ന നേട്ടങ്ങളുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദോഷങ്ങളുണ്ട് എന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടെ റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്നതിന് പകരം അവൻ സാമ്പത്തികമായിട്ട് ഉയർന്നയാളാണോ താഴ്ന്നയാളാണോ എന്ന് കണക്കാക്കുന്ന എന്തെങ്കിലും ഒരു കോളം വെച്ചാൽ പോരെ. അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ABCD അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ഒരു കാറ്റഗറി തിരിക്കുക. എന്നിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂരിപ്പിക്കുക. ഇതല്ലേ എൻ്റെ ശരി. പിന്നെ ചില ബുദ്ധിജീവികൾ പറയുന്ന കേൾക്കാം, ഇതിനകത്ത് പ്രശ്നം സാമ്പത്തികം മാത്രമല്ല, സാമൂഹികപരമായിട്ട് ഇവരെ പല കാര്യങ്ങളിൽ മാറ്റി നിർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സാമൂഹികപരമായിട്ട് മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ്? ഇങ്ങനൊരു ജാതി പേരുള്ളതുകൊണ്ട്. അല്ലാതെ ഒരു മനുഷ്യനെ 2-3 പേരെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജാതി വ്യവസ്ഥ, ജാതി കൊണ്ടുള്ള സംവരണം ഇല്ലാതാകാതെ ഈ സാധനം മാറത്തില്ലെന്ന്. അതെന്താ മനസ്സിലാകാത്തത്? അതായത് കോഴിയാണോ ഉണ്ടായ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം കോഴിയാണ്, അല്ല മുട്ടയാണ്, അല്ല മുട്ടയില്ലാതെ ഇങ്ങനെ കോഴി ഉണ്ടാവും, മുട്ടയില്ലാതെ കോഴി ഉണ്ടാവും, അത് കോഴിയില്ലാതെ ഇങ്ങനെ മുട്ട ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കളിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ?